നമസ്കാരം, എല്ലാവർക്കും സ്കിൽ റൈനോ PSC സ്വാഗതം. ഞാനിന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസിൻ്റെ സിലബസ് ഡിസ്കഷനുമായിട്ടാണ്. നമുക്കറിയാം, വരാൻ പോവുകയാണ്, എക്സാം അടുത്ത് വരികയാണ്. അപ്പോൾ അതിൻ്റെ സിലബസ് നമുക്കൊന്ന് പരിചയപ്പെടേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫുൾ കണ്ടൻറ്റും നമ്മുടെ ആപ്പിനകത്ത് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ആപ്പിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ സിലബസ് ഡിസ്കഷനെ കുറിച്ചാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, ഇതുണ്ടോ, ഫസ്റ്റ് നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് നോക്കി. അതായത് ചരിത്രം, അതായത് 5 മാർക്ക്. നമുക്ക് ഹിസ്റ്ററിക്ക് 5 മാർക്കാണ്. ഭൂമിശാസ്ത്രം, ജിയോഗ്രഫിക്ക് 5 മാർക്കാണ്. ധനതത്വശാസ്ത്രം, എക്കണോമിക്സിന് 5 മാർക്കാണ്. ഇന്ത്യൻ ഭരണഘടന അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ 8 മാർക്കാണ്. കേരളം ഭരണ സംവിധാനം 3 മാർക്കാണ്. ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും 4 മാർക്ക്. ഭൗതികശാസ്ത്രം, ഫിസിക്സിന് 3 മാർക്കാണ്. രസതന്ത്രം 3 മാർക്കാണ്. കലാ, കായികം, സാഹിത്യം, സംസ്കാരം അത് 4 മാർക്കാണ്. ആനുകാലിക വിഷയങ്ങൾ, അതായത് കറണ്ട് അഫയേഴ്സ് 10 മാർക്കാണ്. അതുപോലെ തന്നെ മാത്സിന് 10 മാർക്കുണ്ട്. അതുപോലെ തന്നെ ഇംഗ്ലീഷിന് 10 മാർക്കുണ്ട്. മലയാളം 10 മാർക്ക്. പിന്നെ ഏറ്റവും കൂടുതൽ മാർക്ക് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്സ് ആണ്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്സിന് എത്ര മാർക്കാണ്? 20 മാർക്കാണ്. അങ്ങനെ ആകെ മൊത്തം 100 മാർക്കിൻ്റെ ഒരു സിലബസാണ് അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് ഏതൊക്കെ ഭാഗമാണ് നമ്മൾ കൂടുതൽ നോക്കേണ്ടത് നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പോൾ ഇവിടെ പൊതുവിജ്ഞാനത്തിൽ നമുക്ക് വരുന്ന ഒന്നാമത്തെ പാർട്ടിൽ പൊതുവിജ്ഞാനമാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ചരിത്രം, നമ്മൾ പറഞ്ഞതുപോലെ ഹിസ്റ്ററിയിൽ അതിൽ കേരളം വരുന്നുണ്ട്. കേരളവുമായിട്ട് ബന്ധപ്പെട്ട് യൂറോപ്യന്മാരുടെ വരവ് തുടങ്ങിയ ആ ഒരു മേഖല ഒരു ഭാഗത്ത്, കേരളവുമായി ബന്ധപ്പെട്ട ഒരു ഭാഗത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ദേശീയ പ്രസ്ഥാനങ്ങൾ, കേരള ചരിത്രത്തിൻ്റെ സാഹിത്യ സ്രോതസ്സുകൾ തുടങ്ങിയവയൊക്കെ വരുന്നുണ്ട്. അതുപോലെ ഇന്ത്യ ചരിത്രം വരുന്നുണ്ട്. അപ്പോൾ കേരള ചരിത്രം ഒരു വശത്ത്, ഇന്ത്യ ചരിത്രം വരുന്നുണ്ട്. ബ്രിട്ടീഷ് ആധിപത്യവും, ഒന്നാം സ്വാതന്ത്ര്യ സമരം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണം, പിന്നെ മറ്റു പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യ സമര ചരിത്രകാലത്തെ, അതുപോലെ സാഹിത്യവും കലയും അതുമായിട്ട് ബന്ധപ്പെട്ട മഹാത്മാഗാന്ധിയും ആ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടങ്ങൾ, വിദ്യാഭ്യാസ സാങ്കേതിക മേഖലയിലെ പുരോഗതി, വിദേശ നയമൊക്കെ അവിടെ വരുന്നുണ്ട്. അതുപോലെ ലോക ചരിത്രത്തിൽ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം വരുന്നുണ്ട്. റഷ്യൻ വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം, ചൈനീസ് വിപ്ലവം ഒക്കെ അവിടെ വരുന്നുണ്ട്. 2ാം ലോക മഹായുദ്ധാനന്തര രാഷ്ട്രീയ ചരിത്രവും അതുപോലെ അന്താരാഷ്ട്ര സംഘടനകളൊക്കെ ലോക ചരിത്രത്തിൽ വരുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ ഭാഗം നമുക്ക് ജിയോഗ്രഫിയിലേക്ക് പോകാം. അപ്പോൾ ജിയോഗ്രഫിയിൽ 5 മാർക്കാണ് വരുന്നത്. അതുപോലെ തന്നെ ഭൂമിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ, ജിയോഗ്രഫിക്കലായിട്ടുള്ള ബേസിക് കാര്യങ്ങൾ വരുന്നുണ്ട്. ഭൂമിയുടെ സ്ട്രക്ചർ, അതുപോലെ അന്തരീക്ഷവും പാറകളും ഭൗമോപരിതലം, അതുപോലെ തന്നെ ഋതുക്കളും തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. മാപ്പുകൾ, അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. ഓക്കെ, അടുത്ത് ഇന്ത്യൻ ഭൂമിശാസ്ത്രം, ഇന്ത്യൻ ഭൂപ്രകൃതിയാണ് വരുന്നത്. അതായത് സംസ്ഥാനങ്ങൾ, അവയുടെ സവിശേഷതകൾ, ഉത്തര പർവ്വത മേഖല, നദികളൊക്കെ വരുന്നത് ഈ പറയുന്ന ഭൂപ്രകൃതിയിലാണ് വരുന്നത്. അതുപോലെ കേരളം ഭൂപ്രകൃതിയിൽ ജില്ലകൾ വരുന്നുണ്ട്. അതുപോലെ അതിൻ്റെ സവിശേഷതകൾ, നദികൾ, ധാതുവും വ്യവസ്ഥ അല്ലേ, അതൊക്കെ വരുന്നുണ്ട്. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് എക്കണോമിക്സിലേക്ക് വരുന്നു. അത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ സാമ്പത്തിക രംഗം വരുന്നുണ്ട്. പഞ്ചവത്സര പദ്ധതികൾ വളരെ പ്രധാനമാണ്. പ്ലാനിംഗ് കമ്മീഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. നീതി ആയോഗ് ഇമ്പോർട്ടൻ്റ് ആണ്. കാർഷിക വിളകളും ധനകാര്യ സ്ഥാപനങ്ങളും, ധാതുക്കൾ, ഹരിത വിപ്ലവവും ഒക്കെ ഷുവറായിട്ടും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. 5 മാർക്ക്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പിന്നെ പറയേണ്ട കാര്യമില്ല. മുഴുവൻ ഭാഗങ്ങളും, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മുഴുവൻ ഭാഗങ്ങളും അതിനകത്ത് ഉൾപ്പെടുന്നു. അപ്പോൾ അത് 8 മാർക്കിന് വരുന്നുണ്ട്. പിന്നെ കേരളം ഭരണ സംവിധാനം വരുമ്പോൾ അവിടെ സംസ്ഥാന സിവിൽ സർവീസ്, അതുപോലത്തെ മേഖലകൾ, അതുപോലെ തണ്ണീർത്തട സംരക്ഷണം, തൊഴിലും ജോലിയും തുടങ്ങിയ സാമൂഹിക, സാമ്പത്തിക, വാണിജ്യ, ആസൂത്രണാടിസ്ഥാന വിവരങ്ങൾ തുടങ്ങിയവയൊക്കെ ഈ കേരളം ഭരണ സംവിധാനം എന്ന മേഖലയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബയോളജി അല്ലെങ്കിൽ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും എന്ന ടോപ്പിക്കിനകത്ത് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ, ജീവകങ്ങൾ, സാംക്രമിക രോഗങ്ങളും രോഗകാരികളും, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, അതുപോലെ പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളെയും കുറിച്ച് ബയോളജിയിൽ വരുന്നുണ്ട്. അതുപോലെ ഫിസിക്സിലേക്ക് വരുമ്പോൾ ചലനം, അതുപോലെ തന്നെ ISROയുടെ ബഹിരാകാശ നേട്ടങ്ങൾ, ദ്രവ്യം, യൂണിറ്റ്, അളവുകൾ തുടങ്ങിയവയൊക്കെ ഫിസിക്സിൽ വരുന്നുണ്ട്. പ്രകാശം ഒരു ടോപ്പിക്കായിട്ട് വരുന്നുണ്ട്. ശബ്ദവും ബലവും ഒരു ടോപ്പിക്കായിട്ട് വരുന്നുണ്ട്. ഗുരുത്വാകർഷണം വരുന്നുണ്ട്. താപവും പ്രവൃത്തിയും വരുന്നുണ്ട്. ഇതൊക്കെ ഫിസിക്സിൽ വരുന്നതാണ്. രസതന്ത്രം അല്ലെങ്കിൽ കെമിസ്ട്രിയിലെ ആറ്റം വരുന്നുണ്ട്. മൂലകം വരുന്നുണ്ട്. ലോഹങ്ങളെക്കുറിച്ച് വരുന്നുണ്ട് തുടങ്ങിയവയൊക്കെയും. കലാസാഹിത്യം, സാംസ്കാരിക മേഖലയിൽ ഈ പറഞ്ഞ ശ്രവ്യ ദൃശ്യ മേഖലകൾ വരുന്നുണ്ട്. അതുപോലെ പ്രശസ്തമായ സ്ഥലങ്ങൾ, സ്ഥാപനങ്ങൾ, വ്യക്തികൾ, കലാകാരന്മാർ, എഴുത്തുകാർ
തുടങ്ങിയവ വരുന്നുണ്ട്. കായിക രംഗമാകുമ്പോൾ പൂർണ്ണമായിട്ടും സ്പോർട്സുമായി ബന്ധപ്പെട്ട ബഹുമതികളും ഓരോ കായിക ഇനങ്ങളും ആ ട്രോഫികളുടെ പേര്, അതുപോലെ കളികളുമായി ബന്ധപ്പെട്ട പദങ്ങൾ, ഒളിമ്പിക്സ് വരുന്നുണ്ട്, പ്രധാന വേദികൾ വരുന്നുണ്ട്, പ്രശസ്തമായ വിജയങ്ങൾ വരുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വിൻ്റർ ഒളിമ്പിക്സും ഏഷ്യൻ ഗെയിംസും ക്രിക്കറ്റും എല്ലാ ഗെയിംസും അതിനകത്ത് ഉൾപ്പെട്ട് വരുന്നുണ്ട്. സ്പോർട്സ് സാഹിത്യമായിട്ട് വരുമ്പോൾ എന്താണ് പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങൾ, ഓരോ പ്രസ്ഥാനത്തിലെയും പ്രധാന കൃതികൾ വരുന്നുണ്ട്, എഴുത്തുകാർ, കഥാപാത്രങ്ങളൊക്കെ വരുന്നുണ്ട്, പ്രശസ്തമായ വരികൾ വരുന്നുണ്ട്, അതുപോലെ മലയാള പത്രപ്രവർത്തനത്തിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നുണ്ട്, പ്രധാനപ്പെട്ട അവാർഡുകൾ, ബഹുമതികൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ജ്ഞാനപീഠം പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായിട്ട് വരുന്നുണ്ട്. സംസ്കാരം എന്ന് പറഞ്ഞാൽ ആഘോഷങ്ങൾ തുടങ്ങിയവയൊക്കെ അതിനകത്ത് സംസ്കാരമായിട്ട് വരുന്നുണ്ട്. പിന്നെ ആനുകാലിക വിഷയങ്ങൾ നമ്മൾ പറയേണ്ട കാര്യമല്ല, കറണ്ട് അഫയേഴ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരിടത്ത്. പിന്നെ മാത്സിൽ വരുന്നുണ്ട്, മാത്സിൻ്റെ ലഘുഗണിതം, അതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ലഘുഗണിതം 5 മാർക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും പരിശോധനയും എന്ന ടോപ്പിക്കിൽ എന്ത് ചെയ്യുന്നു, മെൻ്റൽ എബിലിറ്റി 5 മാർക്ക് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് വരുന്നതാണ് ജനറൽ ഇംഗ്ലീഷിൽ. ജനറൽ ഇംഗ്ലീഷിൽ നമുക്ക് എത്ര മാർക്ക് വരുന്നുണ്ട്, വൊക്കാബുലറി ഉൾപ്പെടെ 10 മാർക്ക് അവിടെ വരുന്നുണ്ട്. ഇനി പ്രാദേശിക ഭാഷകൾ മലയാളത്തിലേക്ക് വരുമ്പോൾ അതിൽ പദശുദ്ധിയും വാക്യശുദ്ധിയും പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, വിപരീത പദം, ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, സമാനപദം, ചേർത്തെഴുതുക, സ്ത്രീലിംഗം, പുല്ലിംഗം തുടങ്ങിയവയൊക്കെ അവിടെ വരുന്നുണ്ട്. വചനം, പിരിച്ചെഴുത്തൽ, ഘടകപദം ഒക്കെ വരുന്നുണ്ട്. ഇനി നമ്മൾ ഫൈനലി നമുക്ക് വേണ്ടത് സ്പെഷ്യൽ ടോപ്പിക്സാണ്. അപ്പോൾ ഇതിനാണ് നമ്മൾ ഈ സിലബസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു മേഖല. ഓക്കെ, അപ്പോൾ തസ്തികയുടെ ജോലി സ്വഭാവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതിൽ ഫോറസ്റ്റ്, വൈൽഡ് ലൈഫ് ആൻഡ് കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് എന്നാണ് മോഡ്യൂളിൻ്റെ പേര്. അതിൽ ഫോറസ്റ്റിൽ നമ്മൾ ആദ്യം വനങ്ങൾ എന്നെടുക്കാം. വനങ്ങളിൽ പ്രധാനമായിട്ടും ഫോറസ്റ്റ് ഡെഫിനിഷൻ, റോള്, ബെനിഫിറ്റ്സ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്, അതായത് വനങ്ങളുടെ നിർവചനം എന്ന് പറയുന്നുണ്ട്, വനങ്ങളുടെ നിർവചനം. അതുപോലെ തന്നെ ബെനിഫിറ്റ്സ്, വനങ്ങൾ കൊണ്ടുള്ള എന്താണ് നേട്ടം, ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും. അപ്പോൾ പ്രത്യക്ഷ പരോക്ഷ നേട്ടങ്ങൾ. ഫോറസ്റ്റ് ടൈപ്പ് ഓഫ് ഇന്ത്യ ആൻഡ് കേരള, ഇന്ത്യയിലെയും കേരളത്തിലെയും വനതരങ്ങളെക്കുറിച്ച് പഠിക്കണം. ഫോറസ്റ്റ് ബയോഡൈവേഴ്സിറ്റി, വന ജൈവ വൈവിധ്യം എന്ന ടോപ്പിക്ക് വളരെ പ്രധാനമാണ്. വെസ്റ്റേൺ ഗാർഡ്സ് നാച്ചുറൽ ഹിസ്റ്ററി, അതായത് പശ്ചിമഘട്ട ചരിത്രം എന്ന ടോപ്പിക്കും അതിൻ്റെ പ്രാധാന്യവും പഠിക്കണം. സ്റ്റേറ്റ് ഓഫ് ദി ഫോറസ്റ്റ്, ഗ്ലോബൽ, ഇന്ത്യൻ ആൻഡ് കേരള സിനോറി, അതായത് വനം, കേരളം, ഇന്ത്യ, ലോകം, ഇത് മുഴുവൻ പഠിക്കണം. ഇമ്പോർട്ടൻ്റ് ഈവൻറ്റ്സ്, ഡേറ്റ്സ്, അതായത് പ്രധാനപ്പെട്ട പ്രമേയങ്ങൾ, ദിനങ്ങൾ, വനവുമായി ബന്ധപ്പെട്ടും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പ്രസ്ഥാനങ്ങൾ തുടങ്ങിയവയൊക്കെ പഠിക്കണം. അതുപോലെ നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഇൻ ഫോറസ്റ്റ്, വനവുമായി ബന്ധപ്പെട്ട ദേശീയ, അന്തർദേശീയ സംഘടനകളും. ക്ലൈമറ്റ് ചേഞ്ച്, മിറ്റിഗേഷൻ ആൻഡ് ഫോറസ്റ്റ്, കാലാവസ്ഥ ലഘൂകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇത്രയും 6 മാർക്കിനാണ്. നമുക്ക് 20 മാർക്കിലെ സ്പെഷ്യൽ ടോപ്പിക്കിൽ 6 മാർക്ക് മാത്രമാണ് ഈ ഫോറസ്റ്റിനുള്ളത്. വൈൽഡ് ലൈഫ് വരുന്നു, വന്യജീവികളുമായി ബന്ധപ്പെട്ട്. വൈൽഡ് ലൈഫിൻ്റെ ഡെഫിനിഷൻസ് ആൻഡ് വാല്യൂസ് ഓഫ് വൈൽഡ് ലൈഫ്, ത്രെറ്റ്സ് ടു വൈൽഡ് ലൈഫ്. അപ്പോൾ വന്യജീവികളും അതിൻ്റെ മൂല്യവും എന്ന ടോപ്പിക്കിൽ വരുന്നുണ്ട്. അതുപോലെ ത്രെറ്റ്സ് ടു വൈൽഡ് ലൈഫ്, വന്യജീവികൾ നേരിടുന്ന ഭീഷണികൾ ഒരു വശത്ത് വരുന്നുണ്ട്. വൈൽഡ് ലൈഫ് ട്രേഡ് വരുന്നുണ്ട്, വന്യജീവി വ്യാപാരം. അതിനകത്തുള്ള 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സൈറ്റ്സ് ആൻഡ് ട്രാഫിക്, തീർച്ചയായും പരീക്ഷയ്ക്ക് വരുന്നതാണ്. അതുപോലെ വൈൽഡ് ലൈഫ് കൺസർവേഷൻ, വന്യജീവി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇൻസൈറ്റു ആൻഡ് എക്സൈറ്റു മെഷേഴ്സ് വരുന്നുണ്ട്. പ്രൊട്ടക്റ്റഡ് ഏരിയ, സംരക്ഷിത പ്രദേശം, ഇന്ത്യയിലെയും കേരളത്തിലെയും സംരക്ഷിത പ്രദേശങ്ങൾ. അതിനകത്ത് വന്യജീവി സങ്കേതം, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, കമ്മ്യൂണിറ്റി റിസർവ്സ്, കൺസർവേഷൻ റിസർവ്, MAB അല്ലെ മാൻ ആൻഡ് ബയോസ്ഫിയർ റിസർവുകൾ തുടങ്ങിയവയും IUCൻ്റെ ലിസ്റ്റുകൾ വരുന്നുണ്ട്. അതുപോലെ ത്രെട്ടൻഡ് ആൻഡ് എൻഡേമിക് സ്പീഷീസ് ഓഫ് വെസ്റ്റേൺ ഗാർഡ്സ്, എന്താണ് പശ്ചിമഘട്ടത്തിലെ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെക്കുറിച്ചും വൈൽഡ് ലൈഫിൽ വരുന്നുണ്ട്. കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫിൽ ഇമ്പോർട്ടൻറ്റ് ആക്ട്സ് ആക്ട്സ് റിലേറ്റഡ് ടു ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട്. അപ്പോൾ അതിനകത്ത് വനവുമായി ബന്ധപ്പെട്ട പ്രധാന നിയമങ്ങൾ, അതിനകത്ത് ഇന്ത്യൻ ഫോറസ്റ്റ്, ഇന്ത്യൻ വന നയം 1927 പഠിക്കാനുണ്ട്. റിസർവ് വനത്തെക്കുറിച്ച് പഠിക്കാനുണ്ട്. പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ് പഠിക്കാനുണ്ട്. വില്ലേജ് ഫോറസ്റ്റ്, ഗ്രാമീണ വനങ്ങൾ. അതുപോലെ 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ പ്രൊട്ടക്റ്റഡ് ഏരിയസിൻ്റെ ഷെഡ്യൂൾസ്, അതിൻ്റെ പട്ടികകൾ. ഇനി ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ഉണ്ട് 1980, അതിൻ്റെ സെക്ഷനുകൾ കാര്യങ്ങളൊക്കെ പഠിക്കണം. അതുപോലെ ഇമ്പോർട്ടൻറ്റ് കൺസർവേഷൻ പ്രോജക്റ്റുകളാണ് പ്രോജക്റ്റ് ടൈഗർ, എലിഫൻറ്റ്, ഗീർ ലയൺ, സ്നോ ലെപ്പേർഡ്, ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്, ക്രോക്കഡൈൽ ബീഡിംഗ് തുടങ്ങിയവയൊക്കെ നമുക്കതിനകത്ത് വരുന്നുണ്ട്. ഇത് 5 മാർക്കാണ്. വൈൽഡ് ലൈഫ് 7 മാർക്ക്, ഫോറസ്റ്റ് 6 മാർക്ക്, കൺസർവേഷൻ 5 മാർക്കും പിന്നെ IT ആക്ടും കൂടെ ഉണ്ട്. IT ആക്ടിന് സാധാരണ പോലെ തന്നെയാണ്, അത് 2 മാർക്ക്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ സിലബസ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏതൊക്കെയാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ടതായിട്ടുള്ളത്. നമുക്ക് മനസ്സിലായി കാണും ഏതിനൊക്കെ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് നമുക്ക് എക്സാം ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ, നമുക്കൊരു 1 മാസത്തോളമേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്കിന് നമ്മൾ എന്ത് ചെയ്യണം,
സ്പെഷ്യൽ ടോപ്പിക്സിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ എത്ര മാർക്കിനാണ് സ്പെഷ്യൽ ടോപ്പിക്സ് എന്ന് അറിയണം. സ്പെഷ്യൽ ടോപ്പിക്സ് 20 മാർക്കും പഠിക്കണം, കൃത്യമായിട്ട് പഠിക്കണം. അതിനുള്ള ക്ലാസ് നമ്മുടെ ചാനലിലുണ്ടാവും. അതുപോലെ തന്നെ മാത്സ് മെൻ്റൽ എബിലിറ്റി നമുക്കറിയാം എത്ര മാർക്കാണ്, അത് 10 മാർക്കാണ്. ഇംഗ്ലീഷ് വരുന്നുണ്ട്, ഇംഗ്ലീഷ് എത്ര മാർക്ക് വരുന്നുണ്ട്, 10 മാർക്ക് വരുന്നുണ്ട്. മലയാളം വരുന്നുണ്ട്, 10 മാർക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് വരുന്നുണ്ട്, 10 മാർക്ക്. അപ്പോൾ തന്നെ എത്രയായി? 20, 30, 40, 50, 60. ഈ 60 മാർക്കിനാണ് നമ്മൾ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ടത്. ബാക്കിയുള്ള എല്ലാ GKയും കൂടെ മാത്രമാണ് അവിടെ 40 മാർക്ക് വരുന്നുണ്ട്. അതായത് നമ്മൾ മരിച്ചത് കോൺസ്റ്റിറ്റ്യൂഷനും ബയോളജിയും, അതായത് സയൻസും കോൺസ്റ്റിറ്റ്യൂഷനും ഹിസ്റ്ററിയും ജോഗ്രഫിയും എക്കണോമിക്സും കൂടെ ചേർത്ത് 40 മാർക്കും, ബാക്കിയുള്ള 60 മാർക്കിന് പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. ഓക്കെ ആണോ? അപ്പോൾ എല്ലാവരും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ നന്നായിട്ട് നോക്കുക. നല്ല ചാൻസ് ഉള്ളൊരു പരീക്ഷയാണ്. ഓക്കെ ആണോ? അപ്പോൾ നമ്മുടെ ഒരു സിലബസ് ഡിസ്കഷൻ ആയിരുന്നു ഈ ക്ലാസ്. അപ്പോൾ തൽക്കാലം ഞാൻ മൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു.